തഗതഗതഗതി തഗതഗതി തഗതഗതി ദാരോ തഗതഗതഗതി തഗതഗതി തഗതഗതി ദാരോ തഗതഗതഗതി തഗതഗതി തഗതഗതി ദാരോ തഗതഗതഗതി തഗതഗതി തഗതഗതി ദാരോ നീ കണ്ടോ ഇന്നീ വയലേല അതിനുണ്ടേറെ നെല്ലല്ലിതു പുല്ലേ പണ്ടായിരുന്നുണ്ടായിരുന്നെന്നും ഇന്നുണ്ടാക്കുവരാളിൽ ഇനി പൊന്നേ പണ്ടായിരുന്നുണ്ടായിരുന്നെന്നും ഇനി ഉണ്ടാക്കുവരാളിൽ ഇനി പൊന്നേ തഗതഗതഗതി തഗതഗതി തഗതഗതി ദാരോ തഗതഗതഗതി തഗതഗതി തഗതഗതി ദാരോ തഗതഗതഗതി തഗതഗതി തഗതഗതി ദാരോ തഗതഗതഗതി തഗതഗതി തഗതഗതി ദാരോ മുണ്ടകം പാടത്തെ കൊയ്ത്തിരുപോകുവാൻ നീ വരുന്നോടി ആടിയും പാടിയും കൊയ്ത്തിരുപോകുവാൻ നീ വരുന്നോടി ചിരുതപ്പെണ്ണെ നീ വരുന്നോടി തെയ്യന്താര തെയ്യന്താര ഓ തെയ്യന്താര 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 ഓ തെയ്യന്താര തെയ്യന്താര തെയ്യാതിരുന്നോ തെയ്യാതിരുന്നോ തെയ്തകതാര തെയ്തകതാര തകതക തെയ്യാതിരുന്നോ തെയ്യാതിരുന്നോ തെയ്തകതാര തകതക തെയ്യാതിരുന്നോ തെയ്യാതിരുന്നോ തെയ്തകതാര തകതക തെയ്യാതിരുന്നോ തെയ്യാതിരുന്നോ തെയ്തകതാര പാഴവരമ്പത്ത് നിക്കണ തമ്പ്രാന്റെ നോട്ടം കണ്ടോടി അന്നേരം നമ്മുടെ തമ്പ്രാന് നമ്മോട് തീണ്ടലില്ലേടി പാടവരമ്പത്ത് നിക്കണ തമ്പ്രാന്റെ നോട്ടം കണ്ടോടി അന്നേരം നമ്മുടെ തമ്പ്രാന് നമ്മോട് തീണ്ടലില്ലേടി തെയ്യന്താര തെയ്യന്താര ഓ തെയ്യന്താര 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 ഓ തെയ്യന്താര തെയ്യന്താര തകതക തെയ്യാതിരുന്നോ തെയ്യാതിരുന്നോ തെയ്തകതാര തെയ്തകതാര തകതക തെയ്യാതിരുന്നോ തെയ്യാതിരുന്നോ തെയ്തകതാര തകതക തെയ്യാതിരുന്നോ തെയ്യാതിരുന്നോ തെയ്തകതാര തെയ്തകതാര തകതക തെയ്യാതിരുന്നോ തെയ്യാതിരുന്നോ തെയ്തകതാര തെരേ തെയ്തകതോ തെയ്യന്താര തെരേ തെയ്തകതോ തെയ്യന്താര തെരേ തെയ്തകതോ തെയ്യന്താര തെരേ തെയ്തകതോ തെയ്യന്താര വലുവൻ ചെറുപാടത്തെ തെയ്യന്താര നാളെ നടിച്ചിലടേ തെയ്യന്താര തെരേ തെയ്തകതോ തെയ്യന്താര തെരേ തെയ്തകതോ തെയ്യന്താര നിന്റെ തരത്തിലടി തെയ്യന്താര പത്താള് വേണം കേട്ടോ തെയ്യന്താര മുത്തോറും ചാഞ്ഞോറും തെയ്യന്താര നമുക്ക് വേണ്ട കേട്ടോ തെയ്യന്താര തെരേ തെയ്തകതോ 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 തെയ്യന്താര നമുക്ക് നമ്മുടെ ടീമിനെ ഇനി പരിചയപ്പെടണം. എന്താണ് നിങ്ങളുടെ ടീമിന്റെ പേരെന്നാ? ഞങ്ങളുടെ ടീമിന്റെ പേര് അഞ്ചാമൈ ദി മ്യൂസിക് ബാൻഡ് ഫ്രം ആലപ്പുഴ. അയ്യോ, നമുക്കുണ്ട് കേട്ടോ 5 മൈല്. ആണ് എവിടെ സ്ഥലമല്ലേ അത്? എല്ലാ നാട്ടിലും ഒരു 5 മൈലും 4 മൈലും കാണും. ട്രിവാൻഡ്രത്തുണ്ട് കേട്ടോ. ഇത് മൈലല്ല, അതെ ഇത് മൈലല്ല, അഞ്ചാമൈ. മൈ അത്രേ ഉള്ളൂ. ANJAAMAI. നീ മനസ്സിൽ പറഞ്ഞ ഞാൻ അവിടെ പോയി പറഞ്ഞോളാം അവളോട്, കുഴപ്പമില്ല, അതെനിക്ക് മനസ്സിലായി. ഓൾ റൈറ്റ്, ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഒരു കോളേജ് ആണോ ആലപ്പുഴക്കാരാന്ന് മനസ്സിലായി, എല്ലാവരും ആലപ്പുഴ. തീർച്ചയായും അത് ശ്രുതി പറഞ്ഞു കൊടുക്കും. ശ്രുതി, ഞങ്ങള് 3 കോളേജാണ് ഉള്ളത്. ചെമ്പൈ സംഗീത കോളേജ്, RLV മ്യൂസിക് കോളേജ്, ചിറ്റൂർ മ്യൂസിക് കോളേജ്. പക്ഷെ ഒരു കാര്യം ഇവരെല്ലാരും കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, യൂത്ത് ഭയങ്കര ഇങ്ങനത്തെ മ്യൂസിക് എടുത്ത് അവർ എൻജോയ് ചെയ്ത് പാടുകയാണ്. അതൊക്കെ ഭയങ്കര ഒരു വലിയ മെസ്സേജാണ്. ബിക്കോസ് മ്യൂസിക് സത്യം പറഞ്ഞാൽ നമ്മുടെ പഠിത്തമല്ല, നമ്മുടെ ലൈഫിന്റെ കൂടെ നമ്മൾ കൂട്ടിയാൽ ഐ തിങ്ക് വേറെ ഒരു ടെൻഷനും ഉണ്ടാവില്ല. സോ ഗോഡ് ബ്ലെസ് ജഗൻ, സൂപ്പർ. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, വെൽക്കം ടു ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ്, പവേർഡ് ബൈ അമൃതവേണി ലൈഫ് കിറ്റ്, കോ പവേർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. ഒന്നും പറയില്ല, ദാ വരുന്നു സ്കിറ്റ്. മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം കുടുംബങ്ങളെ തകർക്കുന്നു എന്ന് മൊബൈൽ കണ്ടുപിടിച്ച മാർട്ടിൻ കൂപ്പർ
പുള്ളിക്കാരന്റെ ഫോൺ ഭാര്യ പൊക്കി കാണും. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കഷ്ടാണെന്ന് നോക്കി. എനിക്ക് അങ്ങനെ അല്ല എന്ത് പറയാനോ ദൈവമേ. ഇവിടെ രാവിലെ തന്നെ 2 പണിക്കാർ വന്നിരുന്നു പണിയാൻ. അവർ എനിക്കിട്ട് പണിയാൻ വേണ്ടി വന്നതാണോ അതിവിടെ പണിക്ക് വന്നതാണോ ആവോ? ടെൻഷൻ എന്റെ പൊന്നോ, ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. അല്ല ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് പണി തീർക്കും. സാറ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പണിയുടെ ടെൻഷനല്ല, നാളെ ഒരു കല്യാണമുണ്ട്, എങ്ങനെ പോകുന്നോർത്തൊരു ടെൻഷനിലാണ് ഞാൻ. കാറിൽ പോണം. കാർ വർക്ക്ഷോപ്പില്ലേ? ബസ്സിൽ പോണം. അതാണ് എന്റെ ടെൻഷൻ. ഞാൻ എങ്ങനെ ബസ്സിൽ കയറി അറിയാതെ എങ്ങനെ എന്റെ കയ്യോ കാലോ ചെയ്ത് പെണ്ണുങ്ങൾ മുട്ടി കഴിഞ്ഞിട്ട് അവര് വീഡിയോ എടുത്ത് ഫേസ്ബുക്ക് എന്റെ കുടുംബം നശിപ്പിക്കണോ? സാറ് പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഈ ബസ്സിനകത്ത് കയ്യും തലയും പുറത്തെടുത്ത് പുകവലി പാടില്ല എന്നൊക്കെ എഴുതി വെക്കുന്ന പോലെ റീച്ച് കൂട്ടാൻ വേണ്ടി റീൽസ് എടുക്കാൻ പാടില്ല എന്നും കൂടെ എഴുതി വെക്കും. എക്സാക്ട്ലി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ആണുങ്ങൾ എങ്ങനെ പുറത്തിറങ്ങുമോ എന്തോ. ഐഡിയ കൊള്ളാം. ടൂൾസ് എടുത്തുള്ള പണിയാൻ വേണ്ടി കയ്യില് ടൂൾസ് എടുത്തില്ലായിരുന്നു. എടേ അതൊന്നുകൂടി പറഞ്ഞത് ചായ. എടാ നിങ്ങൾ ചായ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പണിയെടുക്കണേ? അത് വേറെ ഒന്നുമല്ല. ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചായ എന്ന് പറഞ്ഞാൽ 2 അടി കൂടുതൽ അടിക്കും. ചോറെന്ന് പറഞ്ഞാൽ 3 കൊട്ട് കൂടുതൽ ഇവിടെ ഒരു ചായ ചോർന്ന് 3 പ്രാവശ്യം പോട്ടെ. അവർ ഈ പണികൾ തീർക്കട്ടെ. ചേട്ടാ അങ്ങനെ പറയല്ലേ. ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച ഞങ്ങളുടെ കളിക്കൂട്ടുകാരിയുടെ വീടല്ലേ. അപ്പൊ നമ്മൾ പണി ചെയ്തിരിക്കണം. നീ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ പറയാൻ വിട്ടുപോയതാണ്. പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു പറഞ്ഞില്ലത്. എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു പല കാര്യങ്ങളും. അങ്ങനല്ല, അതായത് ഞാൻ വിചാരിച്ചതാണ് പറയണമെന്ന്. പക്ഷെ ഇവര് വന്നപ്പോഴാണ് ഇവർ എന്റെ ഫ്രണ്ട്സ് ആണെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് പറയാത്തത്, മനഃപൂർവ്വമല്ല. ഞാൻ പരിചയപ്പെടുത്താ. വാടാ, ഇത് കൊച്ചുകുട്ടൻ. ഹലോ സ്മോൾ കുട്ടൻ. അത് അപ്പി ബിജു. എന്താ ഈ എന്ത് പേരാണത്? അല്ല, അത് ഞങ്ങൾ സ്കൂളിൽ ഇവരെ അങ്ങനെയാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് അങ്ങനെ വന്നു പോയതാണ്. ഇത് അഖിലേഷ് കുമാർ PP ബ്ലൂ ഹൗസ്. ഇത് ബിജുക്കുട്ടൻ U റെഡ് ഹൗസ്. ഇത് സീതാലക്ഷ്മി ഗ്രീൻ ഹൗസ്. ഹരികൃഷ്ണൻ മൈ ഹൗസ്. അല്ല നിങ്ങൾ നിങ്ങളുടെ ഹൗസിന്റെ പേര് പറഞ്ഞു, ഞാൻ എന്റെ ഹൗസിന്റെ പേര് പറഞ്ഞു. കുഴപ്പമുണ്ടോ? ഇല്ല, അല്ല നമ്മളിങ്ങനെ ഹൗസൊക്കെയാണ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഹൗസിന്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. എഡ്യൂക്കേഷൻ ഉണ്ട്. എഡ്യൂക്കേഷൻ ഈസ് മസ്റ്റ്. അതായത് ഞാൻ തഹസിൽദാർ, എന്റെ അച്ഛൻ വില്ലേജ് ഓഫീസർ. അങ്ങനെ ഞങ്ങൾ പഠിത്തം വേണം, എഡ്യൂക്കേഷൻ വേണം. അതറിയാം, ശരിയാണ്. നിന്റെ ഭർത്താവ് എന്തൊരു ഇങ്ങനെ? അതാ പുള്ളിയുടെ മോഡുലേഷൻ ഇങ്ങനെയാ. ഇത് വെറുപ്പാണോ വിദ്വേഷമാണോ സ്നേഹമാണോ ദേഷ്യമാണോ ഒന്നും നമുക്ക് മനസ്സിലാവൂല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. എന്താ ഒരു കുശുകുശുപ്പ്? അല്ല, ഞാൻ അവർക്ക് ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിക്കായിരുന്നു. അയ്യോ നീ അങ്ങനെ, നീ എന്ത് കലക്കി തന്നാലും ഞങ്ങൾ കുടിച്ചോളാം. വിഷം കലക്കി തന്നെ കുടിക്കൂ. ജോക്ക് എടാ, പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? പഴയ കാര്യങ്ങൾ എടാ, നിന്റെ മറ്റേ പഴയ കാര്യം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന പണ്ടായിരുന്നല്ലോ. ഹലോ അപ്പി മിണ്ടാരിയടാ. പഴയ കാര്യങ്ങളിലൊക്കെ പറ, ഒരു എൻജോയ്മെന്റ് അല്ലേ. പഴയ കാര്യം എന്ന് വെച്ചാലേ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ളതാണ്. പറഞ്ഞു 4ാം ക്ലാസ്. ചെറുതില്ലേ ഒരു ക്ലാസ്സിലായിരുന്നല്ല. പിന്നെ അപ്പൊ ഇവന് ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ്. ചെറുപ്പമല്ലടാ, എല്ലാവരും ഇഷ്ടപ്പെടാം. ഐ ലവ് യു എന്ന് പറഞ്ഞു. ഐ ലവ് യു. എന്റെ പൊന്നു, പക്ഷെ ഞാൻ ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം എഡ്യൂക്കേഷൻ എന്റെ ബലം. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ പറഞ്ഞോട്ട് കുഴപ്പമില്ല. പഴയ കാര്യങ്ങൾ ഞാനല്ലേ നമ്മളെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാറുണ്ടോ? പഴയ കാര്യമൊക്കെ പറഞ്ഞു ഇരി പറയട്ടെ. എടി നമ്മളെ മാങ്ങേണ്ടി ബിജു ഇല്ലേ, അവ ഇപ്പൊ പോലീസില്. എനിക്കറിയാം. ഞാൻ ഒരു റേഷൻ കടയിൽ പോയിട്ട് വന്നപ്പോ പോലീസിൽ പോകുന്നതിന്റെ മുമ്പ് കൊണ്ട് നിർത്തി. എന്നിട്ട് ഒരുത്ത ചാടി കാറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയി. ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് പറഞ്ഞു? അതായത് നമ്മളത് എനിക്ക് തോന്നുന്നു 10 മണിക്കുള്ള ഇന്റർവ്യൂ ഇല്ലേ രാവിലെ, ആ സമയത്താണ്.
അതൊക്കെ സിമ്പിൾ സ്വാഭാവികം, വെറുതെ വിടുവത്. പ്രശ്നമല്ല. എന്നിട്ട് പോലീസ് എടുത്തിട്ട് സല്യൂട്ട് അടിയടാ എന്നോട് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ മാങ്ങാണ്ടി വിറ്റു. പില്ലാവല്ല വീട്ടിൽ കൊണ്ടാക്കി അമ്മയൊക്കെ വണ്ടർ അടിച്ചിരിക്കണം. നിന്നെ കണ്ടിട്ടില്ലേ? എന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു ഐ ലവ് യു? ചേട്ടാ അത് അല്ല അതെ ഒരു തവണ പറഞ്ഞോളൂ. അതെ, ഒരു തവണ 2 തവണ 10 തവണ പറയൂ. എൻജോയ്മെന്റ് അല്ലേ? എന്നിട്ട് ബാക്കി നിന്നെ പിടിച്ചിട്ടില്ല. എന്നോട് ഹെൽമെറ്റിന്റെ പേര് പറഞ്ഞ് പിടിച്ചു. എന്നിട്ട്? വെറുതെ വിട്ടു. വെറുതെ വിട്ടാ? വെറുതെ വിട്ടു. എടാ എത്ര നാളാണ് ഇവര് നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോ മുറുക്കാൻ തരണ ഒരു അപ്പൂപ്പ ഉണ്ടായിരുന്നു. മറ്റേ നമ്മള് കൊക്കണാൻ തൂക്കി അപ്പൂപ്പാണെന്ന് വിളിക്കും. ആ അപ്പൂപ്പ കാശിക്ക് പോയി. അയ്യോ അവന്റെ അമ്മേനെ കുടുക്കെറിഞ്ഞ് ഓടിച്ച് പൈസ എടുത്തോണ്ട് കാശിക്ക് പോയി. നിന്റെ റീയൂണിയൻ കഴിഞ്ഞെങ്കിൽ അവരെ പണിയാൻ അനുവദിക്കണം. ഞാൻ പറഞ്ഞാണ്. എടാ നിങ്ങള് വാങ്ങ്. പിന്നെ ചായ എടുക്കാം. അത് നമുക്ക് മെത്ത അങ്ങ് മാറ്റാടേ. ഇത് മെത്ത ഇങ്ങോട്ട് മാറി. എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അയ്യോ, ഒന്നും വേണ്ട, ഇപ്പൊ ശരി, ഇപ്പൊ 5 മിനിറ്റ് ഇപ്പൊ ശരി തരാം. നമ്മള് ചെയ്യാമേ, നമ്മള് ചെയ്യാം. എടാ എടാ എന്റെ ഓട്ടോഗ്രാഫ്. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ. അയ്യോ എടാ നോക്ക്, എന്റെ 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫ് ബുക്കാണിത്. ഞാൻ മിസ്സായി പോയെന്ന് വിചാരിച്ചേടാ. ഞാനൊക്കെ എഴുതിയിട്ടുണ്ട്. എടാ നീ എടാ നിനക്ക് പാൽ ചായ മറന്നാലും കട്ടൻ ചായ മറന്നാലും നീ എന്നെ മറക്കരുത്. ഷിബി കറക്റ്റ് ആണ്. ഇപ്പൊ ജംഗ്ഷനിൽ ചായക്കട അവന് പ്രാന്ത് അല്ലാതെ ഞാൻ എഴുതി പറഞ്ഞോണ്ട് വായിച്ചാണ്. നീ എഴുതിയത് ഒരു ഞാൻ മിനിറ്റ്. എഴുതി നീ എഴുതി നോക്കട്ടെ. ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിതു. പൃഥ്വിരാജ് മീര ജാസ്മിന് വേണ്ടി സ്വപ്നക്കൂട് പണിതു. ഞാൻ നിനക്ക് വേണ്ടി പാര പണിയട്ടെ അപ്പി ബിജു. അത് കറക്റ്റ്. ഇപ്പൊ നാട്ടുകാർക്ക് ഇട്ട് പണിതുകൊണ്ട് ഇറക്കണം. ഇടക്കിടക്ക് എനിക്ക് ഇട്ട് പണി തരും. എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ വേണം. അതില്ലാത്ത പ്രശ്നം. എടാ ഇവൻ എഴുതി എഴുതിയോണ്ട് ഇവൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവൻ എഴുതിയിട്ടുണ്ട്. ഇതാ ഇവൻ എഴുതിയിരിക്കണ്. നോട്ടെ, ഇവൻ എഴുതുകയാണോ? കടൽ നിറയെ മീനുകൾ, മരം നിറയെ ഇലകൾ, മനം നിറയെ നീ മാത്രം. നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല. അയ്യോ ചേട്ടാ അത് അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാടാ? പിന്നെ എങ്ങനെയാടാ? പിന്നെ അത് ഫീൽ ചെയ്ത് വായിക്കണം. പിന്നെ നിന്റെ അത്ര ഫീലിംഗ് ഇല്ലല്ലോ. കടൽ നിറയെ മീനുകൾ, മരം നിറയെ ഇലകൾ, മനം നിറയെ നീ മാത്രം. നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. പിന്നല്ല. അയ്യോ എനിക്ക് വയ്യാട്ടോ, ഭയങ്കരമായിട്ട് ചിരിക്കണേ. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു നിൽക്കുമായിരുന്നു. എന്താണ് പറഞ്ഞാണ് മതിയെന്ന്. ചേട്ടാ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടാ. ഞാൻ ഈ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴേ ഈ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്കിങ്ങനെ ഭാവിയെ കുറിച്ച്. അപ്പൊ ഞാൻ ഈ ഓട്ടോഗ്രാഫിൽ ഇതുകൊണ്ട് കുറെ ഇങ്ങനെ ഭാവി ആഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കേട്ടാ. ഞാൻ വായിക്കട്ടാ. എനിക്ക് നന്നായി പഠിച്ച് IAS ആകണം. നീ ആയല്ലോ ഇന്ത്യൻ അടുക്കള സർവീസ് IAS. നിന്റെ വിദ്യാഭ്യാസം മതിയല്ലോ. ചേട്ടാ അങ്ങനെ പറയല്ലേ. ഞാൻ ബാക്കി വായിക്കട്ടെ. മറ്റൊരു നാട്ടിൽ നിന്ന് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ. ആണ് നീ തിരുവനന്തപുരം, ഞാൻ എറണാകുളം. നമ്മൾ കല്യാണം കഴിച്ചില്ലേ? കറക്റ്റ് ആണത്. പിന്നെ എന്റെ പങ്കാളിക്ക് സൗന്ദര്യം വേണമെന്നൊന്നും ഇല്ല. അതിന് മാത്രം പാളിപ്പോയി. താടിയും മീശയും ഉള്ള ഒരാളാകണം എന്റെ ഭർത്താവ്. ചേട്ടാ വേറെയും ഉണ്ട് കേട്ടോ. എന്താന്നറിയോ? എന്നും ചന്ദനക്കുറി തൊട്ട് വരുന്ന ആളാകണം. പിന്നെ പ്രധാനപ്പെട്ട വേറെ സംഭവം ഞാൻ എഴുതിയിട്ടുണ്ട്. ഉണ്ടാകും. അതെന്താന്നറിയോ? എന്റെ പങ്കാളിക്ക് നല്ല മെയ് വഴക്കം വേണം.
എനിക്ക് വയ്യ, എന്തൊക്കെയാണോ എന്തോ ഞാൻ അന്ന് എഴുതി വെച്ചിരുന്നത്. എനിക്ക് മനസ്സിലായടേ. ഏട്ടാ വേറൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് എഴുതിയിരിക്കണേ. നന്നായിട്ട് പാട്ട് പാടുന്ന ആളാകണമെന്ന്. അയ്യോ കൊച്ചൂട്ടാ, എടോ നീ ഇപ്പോഴും പാട്ട് പാടൂടാ? അല്ല ഞാൻ ഇവര് പണിയുമ്പോ ഒരു രസത്തിന് വേണ്ടിട്ട് അറിയാം. ചേട്ടാ അറിയോ, പണ്ടോട്ടല്ല സ്കൂളിൽ പഠിക്കുമ്പോ ഇവ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. ലൈറ്റ് മ്യൂസിക്, പിന്നെ മാപ്പിളപ്പാട്ട് എന്ന് വേണ്ട എല്ലാം. നിന്നോടാരാ പാടാൻ പറഞ്ഞു? നിന്നോടാരാണ് അവിടെ പാടാൻ പറഞ്ഞു? നിന്നോടാരാ പാടാൻ പറഞ്ഞു? അല്ല പണി ചെയ്തൊരു മൂഡ് വന്ന് പറയാണ്ട് പാടിപ്പോയി ചേട്ടാ. ഇനി പാടൂല കേട്ടാ. എന്തോ ചേട്ടാ, നീ എന്താടി ഇത് വെച്ചാണ്? നീ എന്താടി ഇത് എഴുതി വെച്ചേക്കുന്നു? അത് പണ്ട് ഇങ്ങനെ ആഗ്രഹമൊക്കെ എഴുതിയതല്ലേ? എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി നിന്റെ ആഗ്രഹം. നീ വായിക്കഴി നിന്റെ ആഗ്രഹം. ഒന്നുമില്ല, വേറെ എന്തോ ഒന്നുമില്ല ചേട്ടാ. നീ വായിക്കഴി. നിന്നെ ഞാനൊന്ന് വായിക്കഴി. നന്നായിട്ട് പഠിച്ച IAS ആവണം, നന്നായിട്ട് പഠിച്ച IAS ആവണം. മറ്റൊരു നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം. എന്റെ പങ്കാളിക്ക് സൗന്ദര്യം വേണമെന്നില്ല, താടിയുള്ള ഒരാളാകണം എന്റെ ഭർത്താവ്. അത്രേ ഉള്ളൂ. പിന്നെന്താ, എന്നും ചന്ദനക്കുറി ഇടുന്ന ആളാകണം. പിന്നെ എന്റെ പങ്കാളിക്ക് നല്ല മെയ്വഴക്കം വേണം. നന്നായി പങ്കാളിക്ക് മെയ്വഴക്കല്ലേ? എനിക്കുണ്ട് നീ മെയ്വഴക്കം. അയ്യോ പറ്റുള്ള പണിക്ക് പോയാ പോലെ. ചെറിയ കംപ്ലൈന്റ് ഞാൻ എന്റെ മെയ്വഴക്കം കാണിക്കൂടി. എന്റെ മെയ്വഴക്കം ഞാൻ കാണിക്കൂടി. അമ്മേ എന്താ കാണിക്കുന്നത്? നീ എന്താണ് പറഞ്ഞേ? നീ വേറെന്താ പറഞ്ഞേ? ഞാൻ പാട്ട് പാടണം. ഞാനും പാടൂടി. ഞാൻ പാട്ട് മാത്രം ഡാൻസ് ചെയ്യും. ഇത് പോരടി. അല്ല മതി, അല്ല ഇതൊന്നും കാണിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. കാണിക്കും ഞാൻ. അടങ്ങിയില്ല, ഡിസ്കിന് സ്ക്രാച്ച് വരും. അതുകൊണ്ടാണ്. ഓടാറങ്ങി വീട്ടിലേക്ക് പോടാ. എന്റെ വീട്ടിൽ കസേര കളിന്നാ കേട്ടു, കട്ടില് കളിയായത്. അപ്പി അപ്പി പറയണം. പൂലടാ എടാ പ്ലീസ്. നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നേ? എനിക്ക് മനസ്സിലായി, എല്ലാം ഇതിൽ എഴുതി വെച്ചിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? എന്നോട് ഐ ലവ് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിലാണ്. അല്ല, എന്റെ പൊന്നേട്ടാ, അത് പണ്ട് അങ്ങനെ പലതും എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെയൊക്കെ നടക്കണമെന്നുണ്ടോ? നിങ്ങൾക്ക് പണ്ട് എന്തോ ആവാനായിരുന്നു ആഗ്രഹം? എന്നിട്ട് നിങ്ങൾക്ക് ഒരു പേപ്പർ പ്ലെയിനെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ? ഇല്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഓട്ടോഗ്രാഫ് ബുക്കിൽ മറക്കരുത് മറക്കരുത് എന്നൊക്കെ എഴുതി വെക്കും. പക്ഷെ അങ്ങനെ എഴുതി വെച്ച ഒരാള് നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന 3 മണിക്കൂർ എടുക്കും നമുക്ക് അയാളെ മനസ്സിലാവാൻ. അത് നിങ്ങൾക്ക് അറിയാമോ? അതാണ് പഴയ കാലം. എന്ന് വെച്ചിട്ട് അതൊക്കെ സത്യമാവണമെന്നുണ്ടോ? ഇതൊരു മനുഷ്യൻ നാണക്കേടാക്കിയില്ലേ നിങ്ങൾ? എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയില്ലേ? എന്തോ എനിക്കൊന്നും കേൾക്കണ്ട. ഇത്രയും സംശയ രോഗം പാടില്ല. എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംശയ രോഗിയാണോ എഡ്യൂക്കേഷനെ കുറിച്ച് പറയണത്? എന്റെ ചുറ്റുമോളെ എന്തുവാ പറ്റിപ്പോയി. എന്ത് ഇപ്പൊ എന്ത് ചെയ്യും നമ്മള്? എന്ത് ചെയ്യും? ഇനിയിപ്പോ കട്ടിൽ നന്നാക്കാൻ വേറെ ആളെ വിളി. ഒരു കാര്യം ചെയ്യാം. എന്ത്? ഞാൻ പോയി അവരോട് സോറി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചു. ഇനി അവരെ വിളിച്ചോണ്ട് വരണ്ട, ഞാൻ നാണം കെട്ടില്ലേ. ഇനി നിങ്ങൾ വേറെ ആരെങ്കിലും വിളിക്ക്. അല്ല, വേറെ ആളെ വേണേ ഞാൻ വിളിക്കാം. പക്ഷെ ഇവിടെ വരുന്ന ആള് താടിയില്ലാത്ത ആളായിരിക്കണം, കുറി തൊടാത്ത ആളായിരിക്കണം, പാട്ട് പാടാൻ അറിയാത്ത ആളായിരിക്കണം, മെയ്വഴക്കമില്ലാത്ത ആളായിരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞില്ലേ, അതുപോലെ ഈ ലോകത്ത് എനിക്ക് ഒരേ ഒരാളെ അറിയാവൂ. അതാരടി മോളെ? അത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് നന്നാക്കിക്കോ. എക്സാക്ട്ലി. എനിക്ക് പണ്ടല്ല ഇപ്പോഴും നാട്ടിലൊരു വട്ടപ്പേരുണ്ട്, മരം കേറിയാന്ന്. അതുകൊണ്ട് എവിടെ മരം കണ്ടാലും അതിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന് കേറി മാങ്ങ പറിക്കുന്നതിന്റെ ഒരു ശീലമാണ്. പക്ഷെ ഇന്ന് ഞാൻ തോൽക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് എന്നെക്കാളും വലിയ മരം കീറികളാണ് ഫ്ലോറിൽ വരാൻ പോകുന്നത്. അതെ, അത് നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടണേ, അല്ലെങ്കിൽ ഞാൻ ചമ്മും. ശരത്, ഐശ്വര്യ.
അതെ, ഇന്നൊരു ഞെട്ടിക്കൽ മരം കയറി സ്കിറ്റ് ആണ്. ചേച്ചി ബാറ്ററി ഓൺ അല്ലേ? ഓൺ. ബാറ്ററി ഓൺ ആണ്, നമ്മൾ ഓൺ ആണ്. ലെറ്റ്സ് വെൽക്കം ശരത്, ഷൈൻ, ഐശ്വര്യ. ഈ താലി എന്നെ കൊന്നാലും ഞാൻ അവന് കൊടുക്കത്തില്ല. ഇത്രയും സുന്ദരിയായ തത്തെ കളഞ്ഞിട്ട് ആ മീശ വേണു വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോണെന്ന് കാണിച്ചു കൊടുക്കാം. താലി ഇല്ലാതെ അവൻ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാന്ന് എനിക്കൊന്ന് കാണണമല്ലോ. പിന്നെ ഇനി ഈ തത്തയ്ക്കൊരു ജീവിതം ഇല്ല. അതുകൊണ്ട് തത്ത ഈ മരക്കൊമ്പി, അത് ചുള്ളിക്കൊമ്പി, ഈ മരക്കൊമ്പി തൂങ്ങിയാടും. പീലിക്കണ്ണെഴുതി അഴകിൽ നിന്നവളെ ചുംബനമലരുന്ന കനവിൽ വന്നവളെ നിന്നൊഴിയോ കുളിരഴകോ സ്നേഹവസന്തമാണ്. നിങ്ങൾ വിചാരിക്കും ഞാനിത് റൊമാൻസ് കാണിച്ചതാണെന്ന്. അല്ല, ഓടി അണച്ചിട്ട് എന്റെ ചുണ്ട് രണ്ടും ഒട്ടിട്ട് ഞാൻ ഇളക്കിയതാ. അയ്യോ, എന്റെ താലി തത്ത, ഞാൻ ഇനി ഇത് എവിടെ പോയി ഞാൻ ചോദിക്കും. ആടിന് തോലടിച്ചോണ്ടിരിക്കുന്ന ചേച്ചി, ചേച്ചി, ചേച്ചിയെ, ഇതിലെ ഒരു പെങ്കൊച്ച് താലിയായിട്ട് ഓടിപ്പോന്ന കണ്ടായിരുന്നോ? ഈ താലിയാണോ? ആ ചത്ത. ഞാൻ ജീവനോടുണ്ട്. അതല്ല തത്ത. വിളിക്കരുത്, ആ വാ കൊണ്ട് നീ എന്നെ അങ്ങനെ വിളിക്കരുത്. താൻ എന്താണോ ഈ തപ്പുന്നേ? വാ കൊണ്ടല്ലാതെ ശരീരത്തിന്റെ ഏത് ഭാഗം വിളിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കുക. തത്തേ, നീ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങി വന്നില്ലെങ്കിൽ നീ എന്തിരിയോടാ? നിനക്ക് ഇന്ന് ഓണം. അപ്പൊ മേലെ ഇരുന്ന് എനിക്ക് എന്താ ക്രിസ്മസാ? തത്തേ, നീ ഇങ്ങോട്ട് ഇറങ്ങടി. ഒക്കത്തില്ലേ, ഒക്കത്തില്ലേ. ഇത്രയും വലിയൊരു മരത്തിന്റെ മണ്ടേ കയറി നിൽക്കുന്ന അവള് പറയുവാ പൊക്കത്തല്ലേ, പൊക്കത്തല്ലേന്ന്. പൊക്കത്തല്ലെന്നല്ല, ഒക്കത്തില്ലെന്ന്. പൊക്കത്തില്ലെങ്കിൽ നീ പിന്നെ എന്തിനടി വരിഞ്ഞു പിടിച്ച അതിന്റെ മണ്ടേ കയറിയത്? എടാ, എനിക്ക് നിന്റെ കല്യാണം കാണാൻ പറ്റത്തില്ല. അല്ലേലും പറ്റത്തില്ല. ഇതിന്റെ മണ്ടയ്ക്ക് ഇരുന്നാ നിനക്ക് കല്യാണം കാണാൻ പറ്റത്തില്ല. നീ ഇറങ്ങി വാ, അടിച്ചോരത്തിലോട്ട് ബാക്കി ഡിക്കറായിട്ട് കാണാം. എടോ, ഈ തത്തയ്ക്ക് എന്തിന്റെ കുറവുണ്ട്? ഈ ചുണ്ടത്ത് ഇച്ചിരി ചോപ്പിന്റെ കുറവുണ്ട്. അത് ആവശ്യത്തിൽ കൂടുതൽ നിന്റെ ചുണ്ടിലില്ലേ? ഉണ്ടോ? നീറുന്ന പ്രശ്നമായിട്ടാ ഞാൻ ഈ കൊമ്പില് കടിച്ചു പിടിച്ചിരിക്കുന്നത്. നീറിന്റെ പ്രശ്നത്തിന് നീ എന്തിനാണ് ഈ കൊച്ചതിനകത്ത് കടിച്ചു പിടിച്ചിരിക്കുന്നത്? അത് നീറിരിക്കത്തില്ലയോ? ആണാ? ഇനി വന്നാണ്. താലി വേണ്ടേ നിനക്ക്? വേണോ? കണ്ണം നടച്ചാണ് കല്യാണത്തിന് പോട്ടെ. പിടിച്ചോളേ, പിടിച്ച കണ്ണടേടാ. പിടിച്ചോ. നിന്റെ കയ്യിൽ നിന്നല്ല, നിന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് ഈ താലി മേടിക്കാൻ എനിക്കറിയാം. ഇനി ഇത് ഞാൻ ആർക്കും ഞാൻ കൊടുക്കത്തില്ല മോളെ. എന്തുവാടി തത്ത ഇത്? നീറിന്റെ പ്രശ്നം തീർക്കാൻ വന്നില്ലേ? നീ പോയ ആ നീറിന്റെ പ്രശ്നം തീർപ്പിച്ചോ. അയ്യോ, എന്റെ കല്യാണമാണ്. നീരെ എന്തുവാടി കൊച്ചെ, നിനക്ക് പ്രാന്താണോ? ഈ തത്തയ്ക്ക് പ്രാന്താ. തത്തയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലേ? നീ ഏതുവരെ പോയി? 6 വരെ. എന്ത് കുളിക്കാനാ? പഠിക്കാൻ. മുഖത്ത് നോക്കി നീ കള്ളം പറയല്ലേ നീ? കള്ളോ? എന്താടി? ചുമ്മാ പെണ്ണുട്ടാ. എന്തോന്ന് വീട് കിട്ടിയത്? അതല്ല പറഞ്ഞേ, പെണ്ണുട്ടാന്ന് പേര് വിളിച്ചതാ. ആണോ? ഈ ചാക്ക് കണ്ടോ? നീ ആ ചാക്ക് അവിടെ താത്തു വെച്ചേ. എന്ത്? ആ ചാക്ക് എടുക്കാൻ നിനക്ക് അധികാരമില്ല. അതിന് ഇവിടെ ഒരാളുണ്ട്. ചാക്ക് ചന്ദ്രൻ. ആ കാര്യമാണോ ഞാൻ പറഞ്ഞത്? വേണുട്ടന്റെ ഒരുപാട് ഓർമ്മകൾ തോർത്ത് വെച്ചിരിക്കുന്നതാ ഇതില്. അതിനെന്താ നിന്റെ ഓർമ്മകളെല്ലാം അവിടെ നനഞ്ഞിരിക്കുവോ? ഓർത്തി വെച്ചേക്കുവെന്ന് പറഞ്ഞു. തോർത്തിയല്ല, ഇത് മൊത്തം വേണുട്ടന്റെ ഓർമ്മകൾ ഓർത്ത് വെച്ചിരിക്കുവാന്ന്. കാണിച്ചേ. ഇത് കണ്ട ബ്രഷ്. എന്തിന് പല്ലിയേക്കാൻ പോവാ നീ? കുഞ്ഞുനാളിലെ എന്റെ വേണോട്ടൻ എനിക്ക് തന്ന ബ്രഷാ. വേണോട്ടനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് പോലുമില്ല. അതിന് നീ ബ്രഷ് കാണിക്കണമെന്നില്ല, നിന്റെ പല്ല് കാണിച്ചാലേ അറിയാം. വേറൊരു സാധനമുണ്ട്. എന്ത്? നിങ്ങളെ ഫോട്ടോ പതിപ്പിച്ച ഓട്ടോഗ്രാഫ് ഞാൻ എടുത്ത് അതിലെന്റെ സ്നേഹം കുനുകുനാ എഴുതി ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിടിച്ചോ. ഫോട്ടോ വെച്ച ഓട്ടോഗ്രാഫോ? എന്റെ ദൈവമേ, എന്റെ പാസ്പോർട്ട് കാണിക്കുന്നേ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ നാശമല്ലേ? ആത്മഹത്യ പോകുന്നു. എടി, നീ അതിവേഗം ഒന്നും കാണിക്കരുത്. ഇല്ല, അതിവേഗം ഒന്നും കാണിക്കുന്നില്ല. പതുക്കെ പതുക്കെ സ്ലോ ആക്കി കാണിച്ചു തരാം കേട്ടാ. എന്റെ പൊന്നു തത്തേ,
നിനക്കിനി തന്തയില്ല. തന്തയില്ലെന്നോ? അല്ല, തത്തയില്ല. തത്ത നിനക്കറിയാമോ? നീ മണ്ഡപത്തിൽ നിന്ന് താലി എടുത്തോണ്ട് പോയി നീ നാട് മൊത്തം അറിഞ്ഞിരിക്കുക. ഇനി എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഒന്ന് വരുമോ? അയ്യോ, ഇനി ഞാൻ എങ്ങനെ ഇറക്കും? ചെല്ലോ 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 ചെല്ലോ. ഏതാടാ ഈ വഴി തെറ്റി വന്ന പ്രകാശ് രാജ്? ഞാൻ വന്ന് അന്ന ഒരു ഇല ഇട്ട് വിളമ്പ് നമുക്ക് കഴിക്കാം. നീ എന്നിട്ട് എന്തെന്ന് പറഞ്ഞു? അതല്ലേ, ഞാൻ വന്ന് മധുരന്ന് വരെ. മതിലിന്ന് വരാ നീ എന്താടാ പായലോ? അതല്ല, ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് രാവിലെ വണ്ടിയിൽ വന്നിരിക്കേ. പച്ചക്കറി പച്ചത്തെറി മലയാളമോ? അപ്പൊ തമിഴല്ലേ? തമിഴ് പറഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ മലയാളം പറയാൻ ഡയറക്ടർ സാർ അല്ല, എനിക്ക് മനസ്സിലായില്ല. ആരാ? മനസ്സിലായില്ലേ? ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലേ? പിന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ഈ വന്നിരിക്കുന്ന മമ്മൂട്ടിയാണല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. എടാ, ഞാൻ ഒറ്റ നോട്ടത്തിൽ വന്നോണ്ടല്ലോ, ഞാനൊരു കൈനോട്ടക്കാരനായിട്ട് വരും. അപ്പൊ രണ്ടാമതൊന്ന് നോക്കിയാലോ? കൈനോട്ടക്കാരന്റെ കുടുംബമായിട്ട് വരും. എടാ, എനിക്ക് മനസ്സിലായില്ല. താൻ ആരാ? മനസ്സിലായില്ലേ? ഞാൻ മുഖം നോക്കി ബലം പറയുന്ന ആളാണ്. ഞാൻ മുഖം നോക്കി കുറ്റവും പറയും. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ 100 രൂപ വെച്ചാണ്ടല്ലോ 10 ബലം ഞാൻ ഇവിടെ പറയും. അപ്പൊ 10 രൂപ വെച്ചാലോ? പഴം ഞാൻ പറയും. ചേട്ടന്റെ മുഖം നോക്കി ഞാൻ ബലം പറയാം. നക്ഷത്രം എങ്ങനെയാണ്? അത് അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്തോ 5 കാലുള്ള നക്ഷത്രം, 6 കാലുള്ളത് ഞാൻ വരയ്ക്കും. ഈ കാലോച്ചോറ് തന്നാടല്ലോ, നീ നക്ഷത്രം ഉണ്ട് ഇവിടെ കിടന്ന ഉള്ള കാര്യം. എനിക്ക് എന്തുവാ വേണ്ടേ? തത്തയെ കാണണം. ഏത് തത്ത? അതല്ല, ഈ കൂട്ടിലൊരു തത്ത ഉണ്ടായിരുന്നു. ആ തത്ത എങ്ങോട്ടോ പറന്നുപോയി. ആ തത്തയാണ് നിങ്ങളെ താലി എടുത്തെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് ആ തത്തയെ പിടിക്കണം. ആ തത്തയുടെ തന്തയാണ് ഞാൻ. എന്റെ മാമ, നിങ്ങൾ എങ്ങനെങ്കിലും ആ താലി അവിടെ കയ്യിൽ നിന്ന് മേടിച്ച് തരുമോ? ഞാനൊരു കാര്യം പറയട്ടെ, ഒത്തിരി കുലുക്കരുത്, ഈ മീശയുടെ തുമ്പ് കൊണ്ട് മുറിയും. മാമ, നിങ്ങൾ എങ്ങനെ തത്തയെ പിടിക്കും? സിമ്പിൾ അല്ലേ? ഞാൻ കാണിച്ചു തരാം. ഈ പഴമുണ്ടല്ലോ, ഈ പഴം നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കും. തത്ത വന്ന് ഈ പഴം തിന്നുമല്ല, തിന്നുന്ന സമയത്ത് തട്ട് ഞാൻ ഈ കൂട്ടിനകത്തോട്ട് കയറ്റും. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇല്ല. ഈ പഴമില്ലേ, ഈ പഴം ഞാൻ ഇവിടെ വെക്കും. തത്ത പഴം തിന്നുമല്ല, അപ്പൊ ഞാൻ നൈസായിട്ട് തട്ടി കൂട്ടിനകത്തോട്ട് കയറ്റും. ഓ, പഴം ഞാൻ തിന്നാം, പക്ഷെ ഈ പഴവും തിന്നോണ്ട് ഞാൻ എങ്ങനെ ആ കൂട്ടി കേറും? അത് ചോദ്യം. കൂട്ടി കയറും. ഇതല്ലേ ഞാൻ പറഞ്ഞ തത്ത. ഈ തത്തയാണ് എന്റെ താലിയും കൊണ്ട് ഇതിന്റെ മണ്ടേ കയറി. അയ്യോ, തത്ത എന്തി? തത്ത എന്തി? തത്തേ 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 തത്ത എന്തി? ഈ നിൽക്കുന്നതാണ് അതിന്റെ തത്ത. ഈ തത്തയാണ് എനിക്ക് പിടിക്കേണ്ടത്. പിടിക്കാനാ? എന്നെ സൺഡേ ഹോളിഡേ പിടിക്കണില്ല അണ്ണാ? പിടിക്കണം. പോയി പിടിയണ്ണാ. പിടിക്കണ്ടേ? പിടിക്കണ്ടേ? തത്തയെ പിടിക്കണ്ടേ? ആ തത്തയല്ലോ ഈ തത്ത. ഈ തത്ത ഇങ്ങോട്ട് വന്നിരിക്കണേ. നീ ആ താലി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഇത് ഇങ്ങോട്ട് വരാൻ. നീ വന്ന് അങ്ങനെ വിളിച്ച തത്ത വരുന്നില്ല, തത്ത പറന്നു പോകും. നൈസായിട്ട് ഞാൻ വിളിച്ചു കാണിക്കാം. എനിക്കൊരു നാക്കുണ്ട്. തത്തേ ഒന്നുമില്ല. നാക്കൊന്ന് നീട്ടിക്ക്. അതെ, അത് തത്തയല്ല, കഴുകനാണ്. കണ്ടാ വന്നപ്പോഴേ കുത്തിപ്പറിക്കാൻ നിൽക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അത് അവളോട് ചോദിക്കും. എന്താണ് കൊച്ചും ഇവനും തമ്മിലുള്ള പ്രശ്നം? പ്രശ്നോ? ആ മീശ. കൊഞ്ചി കരയല്ലേ, തക്കിച്ചും മിഴികൾ തക്കിച്ചും നിറയല്ലേ, തക്കിച്ചും ഇളമന മുരുകൽ ഇളമന മുരുകൽ. അതാണോടാ ഞാൻ ചോദിച്ചത്. എടാ, എന്താണ് നീയും ഇവളും തമ്മിലുള്ള പ്രശ്നം? അതോ, ഇവിടെ രാവിലെ കല്യാണം. ചേട്ടന്റെ പ്രശ്നം മനസ്സിലായില്ല. പിന്നെ നീ പറഞ്ഞ എനിക്ക് മനസ്സിലായടാ. എന്തുവാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അത് അവളോട് ചോദിക്ക്. എന്താണ് മോളെ പ്രശ്നം? ആ മീശ ഇല്ലേ? മീശ ഇല്ലേ? മീശയുണ്ട്, മീശയുണ്ട്. അതാണ് മീശ. ചേട്ടന്റെ ആ മീശ ഇല്ലേ? അവൻ പറഞ്ഞല്ലോ അവന് മീശ ഉണ്ടല്ലോ. ആ മീശക്ക് എന്നെ കെട്ടാൻ വയ്യെന്ന്. എന്താണ് നിനക്ക് ഈ കൊച്ചിനെ കെട്ടാൻ പറ്റാത്തത്? ഇവള് മൈനറാ.
നീ ഇങ്ങോട്ട് വന്നു. ആദ്യം പറഞ്ഞ തത്തയാണ്, പിന്നെ പറഞ്ഞ മൈനയാണ്. ഏതാണ് ഈ കൊച്ചി? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇവളെ കെട്ടിക്കഴിഞ്ഞാൽ ശിഷ്ടകാലം ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ബാക്കിയുള്ള കാലം ഈ കൊച്ചിനോട് സുഖമായിട്ട് ജീവിക്കരുത്. എന്റെ പൊന്നു ചേട്ടാ, ഇരുന്നിരുന്ന് കിട്ടിയ ഒരു കല്യാണമാണ്, അതും മുഹൂർത്ത സമയമായി. നിങ്ങൾക്ക് എങ്ങനെയും ആ താലി ഒന്ന് മേടിച്ചു തരാൻ പറ്റുമോ? നീ എന്താ കണ്ടാടി ഇവനെ സ്നേഹിച്ചത്? ആ മീശ കണ്ടിട്ടാ ഞാൻ സ്നേഹിച്ചത്. ചേട്ടനൊരു കാര്യം അറിയോ? ഒരുപാട് പെണ്ണുങ്ങളുടെ മനം കവർന്ന ഒരു മീശയാ ഇത്. ആ മീശയാണ് ഞാൻ സ്നേഹിച്ചത്. എന്താടി? ആ മീശയാണ് ഞാൻ സ്നേഹിച്ചത്. ഈ മീശയാണോ നീ അപ്പൊ സ്നേഹിച്ചത്? സത്യം പറ, നീ ഈ മീശയാണോ സ്നേഹിച്ചത്? അത് ആദ്യമേ പറയണ്ടായിരുന്നു. ഇന്നാ നീ സ്നേഹിച്ച നിന്റെ മീശ. നിങ്ങൾ രണ്ടും കൂടി ഒന്നിച്ച് എവിടെയും പോയി ജീവിക്കും. ഞാൻ ഒരിക്കൽ പോലും നിങ്ങളെ ശല്യം ചെയ്യത്തില്ല. ഇനിയെങ്കിലും ഒന്ന് താടി. എന്തോന്ന്? എന്റെ താലി. എനിക്ക് തോന്നുന്നു ഭയങ്കര നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു നിങ്ങൾ 3 പേരുടെയും. ആ ഒരു എന്താ പറയാ, നമ്മളല്ലേ ഗ്രോത്ത് എന്ന് പറയില്ലേ, അതാണ് ഗ്രോത്ത്. നിങ്ങൾ ആദ്യം ശരത് നല്ലൊരു ലീഡറാണ്. യു ആർ എ വെരി ഗുഡ് ലീഡർ. ബിക്കോസ് നിങ്ങളുടെ ടീം സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല 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 ആശയങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഐശ്വര്യ, ഗോഡ് ബ്ലെസ് യു. സൂപ്പർ. ആ ഒരു ധൈര്യം, നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ ഒരു എന്താ പറയാ മരത്തിന്റെ മുകളിൽ കയറി, അതും നമ്മൾ മറ്റേ റിയൽ അല്ല, ഒരു പേടി ഉണ്ടാവുമല്ലോ. പക്ഷെ ചേച്ചി ആ കുഞ്ഞ് കേറിയതിന്റെ ആണ്, കണ്ടോ? അയ്യോ, കൈ ചെറുതായിട്ട് ആക്ച്വലി നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ട്. ഐശ്വര്യയുടെ ചേര നന്നായിട്ട് ഐശ്വര്യ. അതൊക്കെ അതിനെല്ലാം അത് മാത്രമല്ല, ഐശ്വര്യക്ക് എന്താ പറയാ ബോഡി കൺട്രോൾ അപ്പൊ ഭയങ്കരമായിട്ട് ഇളകുണ്ടായിരുന്നു. ഞാൻ ആ മറ്റേ ഈ മരം ഇങ്ങനെ ഇളകുമ്പോ പേടിയാ ഉണ്ടായിരുന്നു. പക്ഷെ സൂപ്പർ ധൈര്യം. വെരി ഗുഡ്. ഷൈൻ, ആ മീശ ഇട്ടപ്പോ സുധീന്റെ പോലെ അല്ലേ? സൂപ്പർ. ഷൈൻ, വെരി ഗുഡ്. നല്ല ആ പാട്ടിന്റെ വെരി ഗുഡ്. മീൻസ് ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഓവറോൾ വെരി ഗുഡ്. പോസിറ്റീവ്. എങ്കിൽ നമുക്ക് ഈ വൈബിൽ തന്നെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ, നോക്കാം. നിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി. ഐശ്വര്യയുടെ സന്തോഷം സന്തോഷായി. 40,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി, പ്ലീസ് ട്രാൻസ്ഫർ. കൺഗ്രാറ്റുലേഷൻസ്. 40,000 രൂപ ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ചിരിക്കാൻ റെഡി ആയിക്കോ. ബാറ്ററി ഒക്കെ ഓൺ ആണെന്നുള്ള എനിക്ക് അറിയാം. ശ്വേത ചേച്ചി പൊട്ടിത്തെറിക്കും ബാറ്ററി. കാരണം അങ്ങനെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഗൈസ്, ഇത് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മുടെ ഏജിന് പറ്റിയ, നമ്മുടെ വൈബിന് പറ്റിയ പിള്ളേരാണ് ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത്. അതിൽ 2 പേരുടെ പേര് ഞാൻ ആദ്യം പറയും. നിതയും നമ്മുടെ സ്വന്തം പ്രണവും. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ കുടുകുടാന്ന് ചിരിപ്പിക്കാൻ എത്തുന്നു തേജസ്. ഫയർ ടീമാണ്. ലെറ്റ്സ് വെൽക്കം തേജസ്, പ്രണവ് ആൻഡ് നിത. നല്ല കിടുക്കാച്ചി ആക്സിഡന്റ്. ഹലോ വിഷ്ണു, എവിടാ വിഷ്ണുവേ? എവിടെയാടാ? നീ എവിടാ? എടാ, നീ പറഞ്ഞ പെങ്കൊച്ചിനെ ഇടിച്ച് തള്ളി ഇട്ടിട്ടുണ്ട്. നീ എത്രയും വേഗം വന്ന് രക്ഷിച്ചാ നിനക്ക് അവളെ ഇംപ്രസ് ചെയ്യാം. ഓക്കെ? എടാ മനസാക്ഷി ഇല്ലാത്തവനെ, എന്തോ എന്നെ ഇവിടെ വണ്ടി എടുത്ത് തള്ളിയിട്ടിട്ട് നോക്കിക്കൊണ്ട് നിൽക്കാതൊന്ന് സഹായിക്കടോ. അതിന് സമയാവട്ട്. തള്ളിയിട്ടിട്ട് ഒരുപാട് ന്യായം പറഞ്ഞോണ്ട് നിന്നാ ഉണ്ടല്ല. ആരടി നിന്നെ തള്ളിയിട്ടത്? വണ്ടി ഓട്ടിക്ക് അറിഞ്ഞോടാ? റോട്ടിൽ വണ്ടിയും കൊണ്ടിറക്കി തലങ്ങും വിലങ്ങും വീണിട്ട് നീ എന്റെ തോളിൽ കയറണ? ആര് പറഞ്ഞു എനിക്ക് വണ്ടി ഓട്ടിക്കാൻ അറിഞ്ഞൂടൊന്ന്? നിനക്ക് വണ്ടി ഓട്ടിക്കാൻ അറിഞ്ഞൂടാ? എനിക്ക് ലൈസൻസ് ഉണ്ട്. അതിപ്പോ എനിക്കും ഉണ്ട് ലൈസൻസ്. എന്നിട്ട് ഞാൻ 3 അടിച്ചു കൊന്നില്ലേ? അതുകൊണ്ട് അത്രയും വലിയ കാര്യം. തന്നെ പോലെയല്ല ഞാൻ, എനിക്ക് നന്നായിട്ട് ഓട്ടിക്കാൻ അറിയാം. പിന്നെ വലത്തോട്ട് വളയാൻ വേണ്ടി നീ എന്തിനാ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട? അത് പിന്നെ എന്റെ വലത്തെ ഇൻഡിക്കേറ്റർ കംപ്ലൈന്റ് ആയിരുന്നു. അതുകൊണ്ട് ഇടത്തെ ഇൻഡിക്കേറ്റർ. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഉള്ളത് കൊണ്ട് ജീവിക്കണോ. എന്താന്ന് വെച്ചാ
എവിടെ പോണ്? എനിക്ക് പിന്നെ വീട്ടിൽ പോണ്ടേ? പിന്നെ ചെവുക്കൻ ഇടിയിട്ടിട്ടാണ് നിൽക്കുന്നത്. 5 മിനിറ്റിനകം നീ കുഴഞ്ഞു വീഴും. ഒരു 5 മിനിറ്റ് ഇരുന്ന് പയ്യെ റെസ്റ്റ് എടുത്തിട്ട് പോ. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ അങ്ങ് പൊയ്ക്കോളാം. അത് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാനല്ലേ നിന്നെ ഇടിച്ചിട്ടത്. ഇടി നല്ല കുഴപ്പമുണ്ട്. എനിക്കൊരു കുറച്ചലക്കല്ലേ, നീ ഇപ്പൊ ചോര തുപ്പും. അതുകൊണ്ട് പയ്യല്ല, ഒരാൾ സഹായിക്കാൻ വരും. അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യും. വേണ്ടെന്ന് തീരുമാനിക്കാൻ താൻ ആരാണോ? ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും. എവിടെ എന്ന് ഞാൻ ഇനി നീ പോവാൻ ശ്രമിച്ച ഞാൻ ഈ താക്കോല് വീഴുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഒരു കോള് വിളിച്ചോട്ട് പെങ്ങളെ. പെങ്ങളെ, തനിക്ക് നാണം ഉണ്ടോടോ? കാണാൻ സാധ്യതയില്ല. ഒരു പെണ്ണിനെ ഈ നാട്ടിൽ റോഡിൽ ഇടിച്ചിട്ട് ഫോൺ സംസാരിച്ചോണ്ട് നിൽക്കാൻ തനിക്ക് വിവരം ഉണ്ടോടോ? ഇത്രയൊക്കെ ചെയ്തപ്പോഴേ മനസ്സിലായില്ല ഇല്ലെന്ന്. എന്റെ പൊന്നു പെങ്ങളെ, എനിക്ക് ഇതുവരെ ഉള്ളു പരിപാടി. ബാക്കി പരിപാടി അവതരിപ്പിക്കാനുള്ളവനെയാണ് ഞാൻ ഈ കിടന്ന് വിളിക്കണത്. പരിപാടിയാ? ഒന്നുമില്ല, ഇത്രയും മിണ്ടാതിരിക്കോ. സ്വിച്ച് ഓഫാ? യവ അല്ലെങ്കിലേ ലാഗാണ്. ഫോൺ വിളിക്കുമ്പോഴേ സ്വിച്ച് ഓഫ്. കുട്ടി എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തതെല്ലാം മറക്കണം. നിന്നെ സഹായിക്കാൻ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ. എഴുച്ചു പൊയ്ക്കോ, സ്വന്തമായിട്ട് സഹായിച്ചെന്ന് പൊയ്ക്കോ. ഈ ടൈമിംഗ് ഇല്ലാത്തവന്മാരൊക്കെ കൂടെ പിടിച്ചെടുത്തിയ ഇതാണ് അവസ്ഥ. പോ, എഴുച്ചു പോ. ഇപ്പൊ വരാമേ. ഇവനെ എവിടെയോ കണ്ട് പരിചയം. മക്കളെ പോവല്ലേ പോവല്ലേ. ഇത് ഞാനാടാ. നീയാ ഇവിടെ കൊണ്ട് നിർത്താളെ. നീ എന്ന് ഇങ്ങോട്ട് നിർത്തിയിരിക്കണ? ഈ വണ്ടിക്കൊട്ടും ബ്രേക്കില്ലടാ. എന്നാ പിന്നെ ഇത് തന്നാ പോരായിരുന്ന? ആക്സിഡന്റ് ഒക്കെ തനിയെ നടക്കൂലി. ഞാൻ ആക്സിഡന്റ്. സുന്ദരാരി കുട്ടിക്ക് നടുറോട്ടിൽ ആക്സിഡന്റ്. കൈയൊടിഞ്ഞോ, കാലൊടിഞ്ഞോ, ആശുപത്രി പോണോ, ശ്വാസം വേണോ? അല്ലെങ്കിലും സാറിനെങ്കിലും ഇത്തിരി മനസാക്ഷി തോന്നിയല്ലോ. എന്നെ ഒന്ന് സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചില്ലേ? അതിനല്ലേ ഞാൻ ഇവിടെ വന്നത്. കുട്ടി എഴുന്നേക്കൂ. അതേ വന്നതിലാകരിച്ചു, കറങ്ങിലാകരിച്ചോ. കുട്ടി ഇവനാണോ കുട്ടി വണ്ടി ഇടിച്ചത്? എക്സ്ക്യൂസ് മീ സാർ, ഒരു മിനിറ്റ്. എടാ, നിന്റെ അടുത്ത ഞാൻ അല്ലടാ ഇപ്പൊ വിളിച്ച് പറഞ്ഞ എവളെ ഇടിച്ചിട്ടുണ്ടെന്ന്. അവളോട് ചോദിച്ചത് നിനക്ക് എന്റെ അടുത്ത് ചോദിക്കാന്നല്ലോ. അപ്പൊ നിനക്ക് എന്നെ വിശ്വാസമില്ല. ഞാൻ നീ പറഞ്ഞ പണി വൃത്തിയാ ചെയ്തില്ലേടാ. മതി, ഇനി നമ്മൾ ബന്ധമില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നിങ്ങളവിടെ എന്തോന്ന് സംസാരിക്കണേ? കുട്ടി ഇവനാണോ കുട്ടി വണ്ടി ഇടിച്ചത്? അതെ, ഞാൻ തന്നെ ഇടിച്ചു കൊന്നത്. അതും വെറുതെ അല്ല, ടിഷ്യൂ എന്നും പറഞ്ഞാണ് ഇടിച്ചത്. വന്ന് സുന്ദരിയായ പെമ്പിള്ളാർക്ക് റോട്ടിൽ കൂടെ സ്കൂട്ടർ ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലേ? അതെ, നിന്നെ കാണിച്ചു തരാടാ. അയ്യോ, അടിക്കൊന്നും വേണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവന്മാരെ അടിക്കാൻ തന്നെ വേണം. നിന്നെ എക്സ്പ്രഷൻ എന്താ കാണിക്കണേ? ഓവർ ആക്ടിങ്. എന്നെ ഇവനെ വിട്ട് തള്ളിക്കാറായില്ലേ നീ? എന്താടി നിന്റെ പേര്? സുഷമ ജീവി. അറിയാ, പിന്നെ എവളെ കാണണമെങ്കിൽ നീ ഒരു മൈക്രോസ്കോപ്പ് പോലും മനസ്സിലായിട്ടാ. പെണ്ണ് സൂക്ഷ്മജീവി. കുട്ടിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും ഞാനും. ഒറ്റ മോള്. അയ്യോ, ഒറ്റ മോളെന്ന്. എടാ, ഇവക്കും എല്ലാം പറ്റിയിരുന്ന ഇവളുടെ വീട്ടുകാർ എന്ത് ചെയ്യാറുണ്ടാ? ഇൻഷുറൻസ് എടുക്കും. ഈ ആക്സിഡന്റ് പറ്റി വയ്യാതായ കുട്ടീനെ ആരെങ്കിലും കെട്ടുവോ? അത്രക്ക് ഇതാണെങ്കിൽ നീ പോയി കെട്ടടാ. കെട്ടുവോടാ, കെട്ടി ജീവിക്കും. ആരെ കെട്ടും? അല്ല, സ്കൂട്ടർ എന്തെങ്കിലും പറ്റിയാ കെട്ടി വലിച്ചോണ്ട് പോകുന്നു. വലിച്ചോണ്ടേ പോകും. കുട്ടി കുട്ടി സിംഗിൾ ആണോ? ഇവ എന്തൊരു ഓംപ്ലേറ്റ് കഴിക്കാനാ വന്ന? നിങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടൊക്കെ നിന്നോ, ഞാൻ വീട്ടിൽ പോകാൻ പോകും. ഈ ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞാലേ അത് ചെറിയ സംഭവമൊന്നുമല്ല. ഈ ആക്സിഡന്റ് വെച്ചോണ്ട് കുട്ടി വീട്ടിൽ പോയാൽ കുട്ടിയുടെ വീട്ടുകാരെന്ത് പറയും? അതുകൊണ്ട് നമുക്ക് പതുക്കെ സംസാരിച്ചൊരു 5 മിനിറ്റ് പാർക്കിലൊക്കെ പോയിരുന്നിട്ട് പോയാ പോരെ? പാർക്കിലാ? മര്യാദയ്ക്ക് പൊക്കോണം, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വീണ്ടും വണ്ടി കൊണ്ട് വെച്ചിരിക്കും. സംസാരിക്കുമ്പോ എന്റെ ഇടയിൽ കയറുന്നു. ഇത് സ്ക്രിപ്റ്റിൽ ഇല്ല, എഴുതല്ല. ഫുൾ മന്തി. ഹാഫ് മതി. ഇതിൽ എന്തോ ഉടായിപ്പോണ്ട്. ഇത്രയും നേരം എനിക്ക് ഒരു സംശയമില്ലായിരുന്നു. പക്ഷെ ഇനി ഞാൻ പോലീസിനെ വിളിക്കും. നിനക്കെതിരെ കേസും കൊടുക്കും. കൊടുക്കണം കുട്ടി, കൊടുക്കണം. എവനെ പോലുള്ള ഒരു അഴി എണ്ണണം. കേസാ? ആക്ടിങ് കളിയാ? ആക്ടിങ് അല്ല, വെമ്പായം. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേസ് കൊടുക്കും. നിന്നെ വെറുതെ വണ്ടി വെച്ച് 4-5 ഇടി ഇടിച്ച് എനിക്കെതിരെ കേസാ. അങ്ങനെ എനിക്ക് ഇടിക്കാൻ പറഞ്ഞ എവനെ നീ തൂക്കിക്കൊല്ലോ. ഞാൻ അറിഞ്ഞിട്ടൂടെ ഇല്ല. പിന്നെ ഞാൻ സമയം പോവാനാടാ ഈ കൊച്ചിനെ കൊണ്ടിടിച്ച്. ഓ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്താണല്ലേ എന്നെ ഇടിച്ചത്? പ്ലാൻ ഒന്നും ചെയ്തില്ല. പ്ലാൻ ചെയ്ത് ഇതിങ്ങനെ പൊളിയോ? എന്റെ പൊന്നുകുട്ടി, എനിക്ക് ഇവനെ അറിയത്തൂടെ ഇല്ല. അത് മാത്രമല്ല, ഇവൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നിന്റെ അച്ഛൻ. കുട്ടി ഫ്രോഡാണ്. കുട്ടി ഇവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവ ഫ്രോഡാണെന്ന്. ഞാനല്ല, നീയാണ് ഫ്രോഡ്. എടാ, നീ എന്താ പറഞ്ഞത് ഈ കൊച്ചിനെ ഇടിച്ചിട്ട് എനിക്ക് മന്തി കാണിച്ചു തരാന്ന്?
എന്റെ പൊന്നുകുട്ടി ഞാൻ പറഞ്ഞു നിനക്കും വാങ്ങിച്ചു തരും ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ വാങ്ങിച്ചു കൊടുക്കും കാരണം ഞാനേ ഒരു ഫുഡ് ബ്ലോഗറാ ഫുഡ് ബ്ലോഗർ എവന്റെ അപ്പൂപ്പ എങ്ങനെ മരിച്ചെന്നറിയാമോ? ഒരു മാസം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് വയറും മുതുവും കൂടെ ഒഴുകി ഫ്ലൈറ്റ് പാവൻ ചത്തുപോയത്. ഇവന് ഭ്രാന്താണ് കുട്ടി. കുട്ടി എന്ത് ചെയ്യുന്നു? നഴ്സറി പോകുന്നു. ഓ നഴ്സറിയിലെ ടീച്ചർ. അപ്പൊ ജോലി കൊണ്ട് സെറ്റ്. ആരെ കാര്യം ചോദിച്ചേ? കുട്ടിയുടെ കാര്യം. അപ്പൊ എന്റെ കുട്ടിയുടെ കാര്യമല്ലേ? അപ്പൊ കല്യാണം കഴിഞ്ഞ 2 ഘട്ടോ? 2 വർഷം മുമ്പ്. അയ്യോ എന്റെ പ്ലാൻ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യാൻ? എടാ എവള് പോണെങ്കി പോട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു ഹാഫ് മന്തി വാങ്ങിച്ചെന്ന് പുതിയൊരു പെങ്കൊച്ചിനെ കാണിച്ചാ ഞാൻ അവളെ ഇടിച്ചിടാം. ഇവിടെ പൊട്ടിപ്പൊളിച്ചിരിക്കുമ്പോ അവന്റെ ഒരു മന്തി എന്റെ ചന്തി. സോ ഗുഡ്. നിങ്ങൾ എല്ലാരും തിരിച്ച് നിങ്ങൾ വന്നു, നമ്മൾക്ക് വേണ്ടി പെർഫോം ചെയ്തു, നല്ല രസം ഉണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും കണ്ട ഒരേപോലെ ഉണ്ട്. അല്ല നിങ്ങളൊന്ന് ചേർന്നേ അവർ രണ്ടുപേരും ചേർന്ന്. അവർ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാളെ നിർത്തണം അവിടെ. ഒരേപോലത്തെ ഉടുപ്പ്, ഹെയർ സ്റ്റൈലും എന്തോ. ഈ പുള്ളിയെ കൂടെ കൊണ്ട് ഇടക്കിരുന്നേ കറക്റ്റ് ആയി. ഞാൻ പറയാൻ വരുന്നത് ഇവരെ പോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അതോ നിങ്ങൾ അയച്ചിരിക്കണോ? കറക്റ്റ് ആണോ? ആ അതാ പെർഫെക്റ്റ്. അച്ഛനും 2 മക്കളും ഒരമ്മ പെറ്റാളിയന്മാരാണെന്നേ പറയും. നമ്മളെ എപ്പിസോഡിന്റെ ഒരു ഗോൾഡൻ മൊമെന്റ് എന്ന് പറഞ്ഞ് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആണ്. സത്യം പറഞ്ഞാലേ ഞാൻ പണ്ട് ട്രൂപ്പിൽ കളിക്കുമ്പം ഇതേപോലെ ഇരുന്നു. ഇങ്ങനെയായിരുന്നു മുടിയൊക്കെ എത്രയാണ്. എക്സ്പ്രഷൻ ഏകദേശം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അഖിലേട്ടൻ ഈ പറയുന്ന ഭയങ്കരമായിട്ട് എക്സ്പ്രഷൻ ഇടുന്ന ഒരാളാണെന്ന് ഞാൻ ഈ മുടി വെട്ടുന്നതിന് ഭയങ്കര ഇതാണ്. ഞാൻ ഇത്രയും മുടി എപ്പോഴും കാണും. പട്ടടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര മിസ്കംഫർട്ടാണ്. ഡിസ്കംഫർട്ട് അല്ലല്ല, എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. പല പല ചാനലുകൾ കറങ്ങിയിട്ട് അമൃത ടിവിയിൽ എത്തിയപ്പോ മിസ്കംഫർട്ട് എന്ന് പറയാൻ സന്തോഷം. എനിക്ക് ഈ പിള്ളേർക്ക് ശരിക്കും പറഞ്ഞ ഒരു ഗുരു എന്നുള്ള രീതിയിൽ നമുക്ക് അഖിൽ ചേട്ടനെ ഇപ്പൊ പറയാം. അതൊന്നും പറയില്ല. പറയാതെ പറഞ്ഞോളൂ, ഗുരു ആക്കാൻ പറഞ്ഞില്ല. അവൻ കാല് വാരാനാണ് വിശ്വസിക്കരുത്. നാളെ രാവിലെ കവലിയൂരത്തെ വീട് തുറക്കുമ്പോ ഫ്രണ്ടിലിരിക്കും. മറ്റേ സായിപ്പിന്റെ കിട്ടിയ ബാക്കി പറഞ്ഞു. അല്ല അഖിലേട്ടാ, ഈ പിള്ളേർക്ക് കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഇതുപോലെ പഠിപ്പിച്ചു കൊടുക്കാൻ പറയുകയാണെങ്കിൽ, ഫിഗർ ആണെങ്കിൽ ഇവൻ കറക്റ്റ് MG ശ്രീകുമാർ സാറിന്റെ ഫിഗർ ചെയ്യാൻ കേട്ടോ. പറ്റും. പിന്നെ അല്ല, എനിക്ക് അവരിൽ കണ്ട ഫിഗർ ഏതറിയാമോ? മൻസൂർ അലിഖാൻ. മനസ്സൂർ അലിഖാൻ ചെയ്യാം അറിയാം. അതൊന്ന് പഠിപ്പിച്ചു കൊടുത്തേ. ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും ഫിഗറിന്റെ പുറകെ പോവാത്തോണ്ടാണ്. അല്ലെങ്കിൽ കറക്റ്റ് അവന് ഫിഗർ ചെയ്യാം. നിനക്ക് മോഹൻലാൽ ചെയ്യാം. എനിക്ക് തോന്നുന്നു അഖിലേട്ടിന് സ്ഥിരം കാണിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത് MG അണ്ണന്റെ ഫിഗർ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു MG ഏട്ടന്റെ 2-3 ഫിഗറോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻസ് പിള്ളേരും ചെയ്ത് നോക്കട്ടെ. MG ചെയ്യണമെങ്കിൽ ആദ്യമേ മൂക്കൊന്ന് കയറ്റി പിടിക്കണം. മീശ ഒന്ന് അകത്തോട്ട് ഉടയ്ക്കണം. നിന്റെ പിരിക്കാൻ നിക്കണ്ട. ഇങ്ങനെ അകത്തോട്ട് പിടിച്ചിട്ട് ഈ 2 ഷോൾഡറിലാണ് ബാക്കി പരിപാടി. MG3 കുമാർ. ഒന്നും കൂടെ നമുക്ക് MG3 കുമാറിനെ ഒന്നും കൂടെ കാണാം. അത് ഉമ്മൻചാണ്ടി സാറായപ്പോഴാ. അല്ല ശ്വാസം കിട്ടല്ലോ. അതാണാ അത്രേ ഉള്ളു പരിപാടി. ഇപ്പൊ നൈസ് അല്ലേ? ഓക്കെ, അപ്പൊ ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ എന്റെ അടുത്തോട്ട്. ഓക്കെ, മോളെ പേര് തന്നെ നിത കാർത്തിക. മോക്കൊരു ഫിഗർ ഏതാണെന്നറിയാമോ? പറഞ്ഞോട്. ഫിഗർ പറയുമ്പോ എല്ലാവർക്കും ഫിഗർ പറയണം. നിധിക്ക് പറ്റിയ ഫിഗറോ? സുജാ കാർത്തിക. സുജാ കാർത്തിക കറക്റ്റാ. എനിക്ക് റോമയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. റോമയുടെ ഒരു കട്ടുണ്ട് ഇല്ലേ? സൂക്ഷിച്ചു നോക്കി. നിന്റെ അടുത്ത് ആരും അഭിപ്രായം ചോദിച്ചോളാം. നിന്റെ അടുത്ത് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അവനും പറയാലോ അല്ലേ? ഇന്നലെ ഷൂട്ട് തുടങ്ങി 3 മണിക്കൂറായി. അപ്പൊ ഇപ്പഴാണ് വാ ഉറക്കുന്നത്. അതും റോമയുടെ ഒരു കട്ടുണ്ട്. ഏത് സിനിമയിലെ റോമയുടെ ഒന്ന് പറഞ്ഞാണ്? അവരോരോ സൗന്ദര്യം അല്ലേ? അതെ, 3 തലയെ തുടങ്ങി ഇവിടെ. അതെ, കണക്ഷൻ വിട്ടുപോയി. ശരി, എങ്കിലും ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഇത്രയും ചിരിച്ച സ്ഥിതിക്ക് ശ്വേത ചേച്ചി ബാറ്ററി നമ്മൾ ഓൺ ആക്കിയിട്ടാണ് ചിരിച്ചത്. ആ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? നോക്കാം. നിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ദുരിതം താളത്തിൽ ഞാൻ
പറഞ്ഞു എന്ത് ഒരു 30,000. അങ്ങനെ 30,000 രൂപ സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. സാർ ശ്വേത ചേച്ചിയാണ് അത് നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ചേച്ചി അപ്പൊ 30,000 രൂപ പിള്ളേർക്ക് കൊടുക്കട്ടെ. ശരി ചേട്ടാ. അങ്ങോട്ട് പൈസ കിട്ടി. പൈസ കിട്ടി. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. ഇത് മാത്രം എന്നോട് ചോദിക്കരുത്. ഇന്നാണ് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ്. ഓ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചേച്ചിക്ക് കൺഫ്യൂഷനാ. ഭയങ്കര അല്ല എന്റെ അവസ്ഥ അപ്പൊ എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ചേച്ചിക്ക് ഒരു കൺഫ്യൂഷൻ. ഇതിപ്പോ പ്രേക്ഷകർ കൺഫ്യൂസ് ആയിട്ട് ഇരിക്കുമായിരിക്കും എന്നാ സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മുടെ എപ്പിസോഡിന്റെ ഇന്നത്തെ 2 സ്കിറ്റുകൾ എടുക്കുന്നു. കിടിലം സ്കിറ്റുകളായിരുന്നു. ഇതിൽ നിന്നും ഒരാൾ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാണെന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. അതാണ് കൺഫ്യൂഷൻ. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ചേഞ്ചിന് നമ്മള് രക്ഷപ്പെടാം. ഇവരെ മുള്ളിട്ടാലോ? പറയാൻ വേണ്ടി അതായത് നിങ്ങൾ ഒന്നിച്ച് എടുത്തൊരു തീരുമാനമായിരിക്കണം ഇത്. 2 സ്കിറ്റുകൾ നിങ്ങൾ കണ്ടു. ഇതിൽ നിന്നും ഒരാളെ മാത്രമേ നിങ്ങൾക്ക് ഇന്നത്തെ മെയിൻ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവന്റെ കയ്യിൽ നിന്ന് മൈക്ക് മാറ്റുന്നതാണ് ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, നമുക്ക് കേൾക്കാം ആ ഒരു പേര്, ആ ഒരു വ്യക്തി ആരാന്നുള്ളത്. നിങ്ങൾ 3, 2, 1. ഐശ്വര്യ. മരം കയറി രക്തത്തിൽ കണ്ടാലും എന്നാ. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ഐശ്വര്യ. അപ്പൊ ഇതാണ് പറയല്ലേ ടോപ്പ് ഓഫ് ദ ഗെയിം. ഇതാ വരുന്നു. മച്ചുവയേറി കൊച്ചിയിലെത്തും മച്ചുനാരാണേ. മച്ചുവയേറി കൊച്ചിയിലെത്തും മച്ചുനാരാണേ. ചിരിയേലും പച്ച മനസ്സും ഉള്ളവനാരാണേ. പച്ചരയ്ക്കു വഴി പച്ചടിക്കു വഴിവായ പോയ പിച്ചാതി മച്ചാനേ മച്ചാനേ തലൈവറാകാൻ വാ തലവര മാറ്റാൻ വാ. മച്ചുവയേറി കൊച്ചിയിലെത്തും. ഞങ്ങളുടെ ഇന്നത്തെ മെയിന് ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടി ഉണ്ട്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻസ് ഐഷു. സന്തോഷായില്ലേ? ഇനിയും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് മുന്നോട്ടേക്ക് വരാം. നിങ്ങളും ഒരു ദിവസം കിരീടം വെച്ചിരിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവൻ മോഹൻലാൽ വിളിക്കുന്നു. ആണോ? പ്രേക്ഷകരെ, കോമഡി മാസ്റ്റേഴ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.